ആഗോള കത്തോലിക്ക സഭ സമർപ്പിത ദിനമായി ആഘോഷിക്കുകയാണ്. നമ്മുടെ കൂടെ ഇടുക്കി രൂപതയിലെ SH കോൺഗ്രിഗേഷനിലെ കുറച്ച് സിസ്റ്റർമാരുണ്ട്. ആദ്യം തന്നെ ഇവർക്ക് സമർപ്പിത ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇവർ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളവരാണ്. ഇവരുടെ ഒരു തകർപ്പൻ ഡാൻസ് ഒക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവരുടെ പേരൊക്കെ ഒന്ന് ചോദിച്ച് ഇവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? സിസ്റ്ററെ പേര് പറയാവോ? എൻ്റെ പേര് സിസ്റ്റർ ദിവ്യ. സിസ്റ്റർ ഡെനി മരിയ. സിസ്റ്റർ ധന്യ ടോമി. സിസ്റ്റർ അഞ്ജു മരിയ. സിസ്റ്റർ അനു ഓരോത്ത്. സിസ്റ്റർ ക്രിസ്റ്റി മരിയ. സിസ്റ്റർ മരിയ. ഇവരുടെ ഡാൻസ് കണ്ട് നമ്മളെല്ലാവരും കോരിത്തെരിച്ചു പോയി. ഇത്രയും അടിപൊളിയായിട്ട് ഈ സിസ്റ്റർമാർക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയി. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളുടെ ഡാൻസ്. അപ്പോൾ സിസ്റ്റർമാരെ, നിങ്ങൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല. ആരും ഡാൻസ് പഠിച്ചിട്ടില്ലേ? എന്നിട്ട് ഇത്ര അടിപൊളിയായിട്ട് നിങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്തു. ആരാ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്? നിങ്ങൾ എത്ര നാളുകൊണ്ട് ഇത് പഠിച്ചത്? ഞങ്ങൾ ശരിക്കും ഞങ്ങളെല്ലാവരും പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ 2 ദിവസം ഞങ്ങൾ ലീവ് എടുത്ത് വന്ന് സ്റ്റെപ്പൊക്കെ ഇട്ട് പോയി. പിന്നെ ഈ 2 ദിവസം ഇതിന് തൊട്ട് മുന്നേ 2 ദിവസം ഒന്നും പ്രാക്ടീസ് ചെയ്തു. ഒരു ടീച്ചറാണ് വന്നൊക്കെ സ്റ്റെപ്പൊക്കെ ഇട്ട് തന്നെ. പിന്നെ ഞങ്ങളുടെ സിസ്റ്റർ ഷെറിൻ തെക്കേൽ. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾക്ക് സ്റ്റെപ്പെല്ലാം ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് തരികയൊക്കെ ചെയ്തു. അങ്ങനെ. അപ്പോൾ ഷെറിൻ സിസ്റ്റർ ആണോ നിങ്ങളുടെ ഒരു ഗുരുനാഥയായിട്ട് ഈ ഡാൻസിൽ മാറിയത്? അതെ, തീർച്ചയായിട്ടും സിസ്റ്ററായിരുന്നു. പക്ഷെ 2 ദിവസം കൊണ്ടും നിങ്ങൾ ഇത്രയും അടിപൊളിയാക്കി ഈ ഡാൻസിനെ മാറ്റി. കണ്ണെടുക്കാനേ തോന്നിയില്ല നിങ്ങളുടെ ഡാൻസിൽ നിന്ന്. അത്രയും സൂപ്പറായിട്ടാണ് നിങ്ങൾ കളിച്ചത്. നിങ്ങൾ എല്ലാവരും ജൂനിയർ സിസ്റ്റേഴ്സ് ആണോ? ഞങ്ങൾ 4 പേര് ജൂനിയേഴ്സാണ്. ആണോ? ആരൊക്കെയാ ജൂനിയർ സിസ്റ്റർമാര്? പേരൊന്ന്. ഞാൻ സിസ്റ്റർ ദിവ്യ, ധന്യ, സിസ്റ്റർ അഞ്ജു മരിയ, സിസ്റ്റർ മരിയ. ഞങ്ങൾ 4 പേരാണ് ജൂനിയർ സിസ്റ്റേഴ്സ്. ബാക്കി നമ്മുടെ കൂടെയുള്ള 3 പേരും സീനിയർ സിസ്റ്റേഴ്സാണ്. അതിലൊരാൾ ഈ വർഷം 25ാമത് ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്ററുണ്ടോ? സിസ്റ്ററിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് അനു സിസ്റ്റർ? ഇതാണോ? ഓക്കെ സിസ്റ്ററെ, ജൂബിലി നിറവിൽ എത്തി നിൽക്കുമ്പോൾ സിസ്റ്ററിന് എന്താ ഈ ഒരു നിമിഷം തോന്നുന്നത്? എനിക്ക് എൻ്റെ സന്യാസ ജീവിതത്തെക്കുറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ. അതാ. ഓക്കെ, ഈ സമർപ്പിത ദിനത്തിൽ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ, ജൂനിയേഴ്സിൻ്റെ ഒപ്പം തന്നെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാനുള്ള ആ ഒരു പ്രചോദനം എന്തായിരുന്നു? പോൻശാളമ്മ കളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കളിച്ചു. സിസ്റ്റർ ഒരു ഡാൻസറാണ്. ഇതിനു മുന്നേ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടോ? ഇല്ല, മഠത്തിൽ ഞങ്ങളുടേതായ പ്രോഗ്രാമിനൊക്കെ ചെറിയ തോതിലൊക്കെ കളിച്ചിട്ടുള്ളൂ. അല്ലാതെ ആദ്യമായിട്ട് കളിക്കും. നിങ്ങളെല്ലാവരും ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ ടീച്ചേഴ്സായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? എന്ത് മേഖലയിലാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതെന്നൊന്ന് പറയാവോ? ഞങ്ങൾക്കൊരു CBSE സ്കൂളുണ്ട്, രാജാക്കാട് ക്രിസ്ത്യോതി പബ്ലിക് സ്കൂളിൽ. അതിൽ ഓഫീസ് വർക്ക് ചെയ്യാണ്. സിസ്റ്ററോ? ഞങ്ങൾക്ക് രാജകുമാരിലൊരു നഴ്സറി സ്കൂളുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നു. സിസ്റ്ററോ? ഞാൻ പഠിക്കുകയാണ്, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഡിഗ്രി പഠിക്കുന്നു. സിസ്റ്ററോ? ഞാൻ പാവനാത്മ മുരിക്കാശ്ശേരിയിലെ കോളേജിൽ ഡിഗ്രി പഠിക്കുന്നു. ഇവിടേക്ക് വരാം. ഞാനും പാവനാത്മ കോളേജിൽ ഡിഗ്രി പഠിക്കുവാണ്. ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. ഇപ്പം എഴുകുമയിലും നെടുങ്കണ്ടത്തുമായിട്ട് 2 ക്ലിനിക്കുകൾ മുമ്പോട്ട് കൊണ്ടുനടക്കും. ഡോക്ടറായിട്ടുള്ള സിസ്റ്റർ ആണോ? ഹോമിയോപ്പതി. അപ്പോൾ സിസ്റ്റർക്ക് എന്താ ആ ഒരു പ്രൊഫഷനും ഈ സന്യാസ ജീവിതവും എല്ലാം തമ്മിൽ ഈ ഒരു സമർപ്പിത ദിനത്തിൽ എന്താ തോന്നുന്നത്? വളരെ എനിക്ക് അഭിമാനവും സന്തോഷവും കൃതജ്ഞതയും സഭയോടുള്ള സ്നേഹവും ഒരു ഇച്ചിരി കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രൊഫഷണൽ പീരീഡ് സമയത്തോടൊപ്പം ഇതും കൂടെ നമ്മുടെ ഉള്ളിലുള്ള കലയും കൂടെ വളർത്തിയെടുക്കാനുള്ള അവസരം ലഭിച്ചതിലും സഭയോടും സമൂഹത്തോടും എല്ലാം നന്ദിയും സന്തോഷവും ഒത്തിരി സന്തോഷവും തോന്നി കളിച്ചു കഴിഞ്ഞപ്പോൾ. ഈ ഡോക്ടർ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഇടയ്ക്ക് ഡാൻസ് പഠിക്കാൻ പാടുണ്ടായിരുന്നോ? കുറച്ചെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ സമയം കണ്ടെത്തി ഇതിനോടുള്ള ആഗ്രഹം കൊണ്ട്. ഓക്കെ, സിസ്റ്റർ എന്താ ചെയ്യുന്നത്? ഞാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഡിഗ്രി പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന സിസ്റ്റർമാരുണ്ട്, ജോലി ചെയ്യുന്ന സിസ്റ്റർമാരുണ്ട്. അങ്ങനെ ഇവർ നല്ല അടിപൊളിയായിട്ട് എല്ലാവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ള ഡാൻസാണ് കാഴ്ചവെച്ചത്. സിസ്റ്റർമാരെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കൂടുതൽ എനർജറ്റിക് ആയിട്ട് പോകണം. പിന്നെ നമ്മളിപ്പോഴത്തെ കാലത്ത് കൂടുതൽ സിസ്റ്റർമാർക്ക് കുറച്ചും കൂടെ അവസരങ്ങൾ കിട്ടിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.